KTU S7 സിവിൽ എഞ്ചിനീയറിംഗിലെ CE405 എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ 3-ലെ ലെക്ചർ 4 ആണിത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ആൻഡ് സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്സിൻ്റെ ഡിസൈൻ ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്സിൻ്റെ ഡിസൈൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. The maximum daily demand at a water purification plant has been estimated as 12 million liters per day. Design the dimensions of a suitable sedimentation tank fitted with mechanical sludge removal arrangements for the raw supplies, assuming a detention period of 6 hours and the velocity of flow as 20 cm per minute. നമ്മൾക്കിവിടെ ഒരു റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. മാക്സിമം ഡെയിലി ഡിമാൻഡ് തന്നിട്ടുണ്ട്, 12 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഡിറ്റൻഷൻ പീരീഡ് തന്നിട്ടുണ്ട്, 6 hours ആണ് ഡിറ്റൻഷൻ പീരീഡ്. വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട് 20 cm per minute. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓരോന്നായിട്ട് എടുത്ത് എഴുതാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് മാക്സിമം ഡെയിലി ഡിമാൻഡ് ആണ്. മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോ ഫ്രം ടാങ്ക് ഫോർ 24 ഹവേഴ്സിന് ഈക്വൽ ആണെന്ന് നമ്മൾ ഇതിന് മുന്നത്തെ ലെക്ചറിൽ ഡിസൈൻ ക്രൈറ്റീരിയാസ് നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഫോർ 24 ഹവേഴ്സ് എന്ന് പറയുന്നത് 12 മില്യൺ ലിറ്റേഴ്സ് ആണ്. മില്യന് മാറ്റി നമുക്ക് 12 × 10⁻⁶ ലിറ്റേഴ്സ് എന്ന് എഴുതാം. ഇത് 24 ഹവേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവാണ് 12 × 10⁻⁶ ലിറ്റേഴ്സ്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഡിറ്റൻഷൻ പീരീഡ് ഇവിടെ 6 hours എന്ന് തന്നിട്ടുണ്ട്. ഇനി 6 hours എത്ര വാട്ടറാണ് ട്രീറ്റ് ചെയ്യണമെന്ന് ആ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഡ്യൂറിങ് ദ ഡിറ്റൻഷൻ പീരീഡ് ഓഫ് 6 hours. ഇവിടെ 24 ഹവേഴ്സിൽ എത്ര വാട്ടറാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളത് നമുക്ക് ലിറ്റേഴ്സ് പെർ ഡേയിലാണ്. നമുക്ക് വേണ്ടത് ഹവേഴ്സിലാണ്. സോ ആ വാല്യൂവിനെ ഡിവൈഡഡ് ബൈ 24 ചെയ്തു. അതുപോലെ നമുക്ക് 6 ഹവേഴ്സിലെ വാട്ടറാണ് വേണ്ടത്. സോ ഇൻറ്റു 6 ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 3 × 10⁻⁶ ലിറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി ഈ ലിറ്റേഴ്സിനെ നമുക്ക് ക്യൂബിക് മീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്യൂബിക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പോൾ 3 × 10⁻⁶ ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 × 10⁻³ ക്യൂബിക് മീറ്റർ എന്ന് കിട്ടും. സോ ദ കപ്പാസിറ്റി ഓഫ് വാട്ടർ ട്രീറ്റഡ് ഡ്യൂറിങ് 6 hours എന്ന് പറയുന്നത് 3000 m³ ആണ്. ഇനി വെലോസിറ്റി ഓഫ് ഫ്ലോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 cm per minute. അത് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.2 meter per minute എന്ന് കിട്ടും. ഇനി ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഈ ടാങ്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻറ്റു ഡിറ്റൻഷൻ പീരീഡ് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡിറ്റൻഷൻ പീരീഡ് തന്നിട്ടുണ്ട്, 6 hours എന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 0.2 meter per minute ആണ്. സോ നമ്മൾ ഡിറ്റൻഷൻ പീരീഡ് നമുക്ക് തന്നിട്ടുള്ളത് 6 hours ആണ്. ഈ 6 hours-നെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 6-നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ നിന്ന് ലെങ്ത് ഓഫ് ടാങ്ക് എത്ര കിട്ടും? വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്ന 0.2 ആണ്. ഡിറ്റൻഷൻ പീരീഡ് മിനിറ്റിലോട്ടാക്കുക, 6-നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ടാങ്ക് 72 meter എന്ന് കിട്ടും. നമുക്ക് ടാങ്കിൻ്റെ ലെങ്ത് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റെക്റ്റാങ്കുലർ ടാങ്കിൻ്റെ ഡയമെൻഷൻസ് ആണ്. അതായത് നമുക്ക് ടാങ്കിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് എത്രയെന്ന് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കിവിടെ ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ലെങ്ത് വച്ചിട്ട് നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ടാങ്ക് റിക്വയർഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ടാങ്ക് ബൈ ലെങ്ത് ഓഫ് ടാങ്ക്. കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ ഡിറ്റൻഷൻ പീരീഡിൽ എത്ര വാട്ടറാണ് ട്രീറ്റ് ചെയ്യാനുള്ളത്, അവിടെ നിന്ന് നമുക്ക് കപ്പാസിറ്റി 3000 m³ ആണെന്ന് കിട്ടി. ലെങ്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ കപ്പാസിറ്റി ബൈ ലെങ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ ഏരിയ കിട്ടി. അപ്പോൾ 3000/72 ചെയ്യുമ്പോൾ നമുക്ക് 41.67 എന്ന് കിട്ടും. അതിന് നമ്മൾ റൗണ്ട് ചെയ്ത് 41.7 m² എന്ന് എടുത്തു. ഇനി നമ്മൾ വാട്ടർ ഡെപ്ത് അസ്യൂം ചെയ്ത് കൊടുക്കണം. ടാങ്കിൻ്റെ വാട്ടർ ഡെപ്ത് നമ്മളിവിടെ 4 meter ആണെന്ന് അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ വാട്ടർ ഡെപ്ത് കിട്ടി.
നമുക്ക് ഏരിയ അറിയാം. ഇനി ബ്രെഡ്ത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ഡെപ്ത്. അവിടെ നിന്ന് നമുക്ക് വിഡ്ത്ത് ഓഫ് ടാങ്ക് കിട്ടും. ബ്രെഡ്ത്ത് ബി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത്. ഏരിയ നമുക്കിവിടെ കിട്ടി 41.7 ആൻഡ് നമ്മൾ ഡെപ്ത് അസ്യൂം ചെയ്ത് കൊടുത്തു 4. അപ്പോൾ 41.7/4 ചെയ്യുമ്പം നമുക്ക് വിഡ്ത്ത് ഓഫ് ടാങ്ക് 10.42 മീറ്റർ എന്ന് കിട്ടി. അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 10.5 മീറ്റർ ആയിട്ട് എടുത്തു. ഇനി നമ്മൾ നേരത്തെ ആ ഡിസൈൻ ക്രൈറ്റീരിയാസ് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ ഫ്രീ ബോർഡ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ ബോർഡ് 0.5 മീറ്റർ ആണ് കൊടുക്കുന്നത്. നമ്മൾ ഡെപ്ത് അസ്യൂം ചെയ്തത് എത്രയാണ്? വാട്ടർ ഡെപ്ത് അസ്യൂം ചെയ്തത് 4 മീറ്റർ ആണ്. സോ ആ 4 മീറ്ററിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓവറാൾ ഡെപ്ത് കിട്ടും. നമുക്ക് നേരത്തെ വാട്ടർ ഡെപ്ത് ആണ് 4 മീറ്റർ, ഫ്രീ ബോർഡ് കൂടെ കൊടുത്ത് ഓവറാൾ ഡെപ്ത് 0.5 + 4 ചെയ്യുമ്പോൾ 4.5 മീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ലെങ്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി, ഹൈറ്റ് കിട്ടി. ഇത് മൂന്നുമാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. സോ നമ്മുടെ റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ സൈസ് എന്ന് പറയുന്ന ലെങ്ത് 72 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 10.5 മീറ്റർ ആൻഡ് ഡെപ്ത് 4.5 മീറ്റർ എന്ന് കിട്ടി. സോ ലാസ്റ്റ് ചെയ്ത് ഹെൻസ് റെക്റ്റാങ്കുലർ ടാങ്ക് വിത്ത് ഓവറാൾ സൈസ് ഓഫ് 72 മീറ്റർ ഇൻറ്റു 10.5 മീറ്റർ ഇൻറ്റു 4.5 മീറ്റർ ക്യാൻ ബി യൂസ്ഡ്. അപ്പം റെക്റ്റാങ്കുലർ ടാങ്ക് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് ഡിസൈൻ ചെയ്യാനുള്ളത്. റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്റ്റാങ്കുലർ സെറ്റ്ലിംഗ് ടാങ്ക് വിത്തൗട്ട് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ് ഈസ് ടു ട്രീറ്റ് 1.8 million liters per day of raw water. The sedimentation period is to be 4 hours. The velocity of flow 8 cm per minute and the depth of water and sediment is 4.2 meter. If an allowance of 1.2 meter for sediment is made, what should be the length of basin and width of basin? ഈ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്കിൽ വിത്തൗട്ട് മെക്കാനിക്കൽ എക്യുപ്മെൻ്റ് ആണ്. അതായത് സ്ലഡ്ജ് റിമൂവലിന് വേണ്ടിയിട്ട് മെക്കാനിക്കൽ എക്യുപ്മെൻ്റ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസൈൻ ക്രൈറ്റീരിയാസ് നോക്കിയപ്പോൾ പറഞ്ഞു ടാങ്ക് വിത്തൗട്ട് മെക്കാനിക്കൽ സ്ലഡ്ജ് റിമൂവൽ ആണെങ്കിൽ നമ്മൾ സ്ലഡ്ജ് സോൺ കൊടുക്കണമെന്ന് പറഞ്ഞു. 0.8 തൊട്ട് 1.2 മീറ്റർ വരെയുള്ള ഒരു സ്ലഡ്ജ് സോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. സോ ഇവിടെ ആണെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടറും അതുപോലെ സെഡിമെൻറ്റും തമ്മിലുള്ള ആ ഒരു ഡെപ്ത് തന്നിട്ടുണ്ട്. അതുപോലെ സെഡിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അലോവൻസിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട് 1.2 മീറ്റർ. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഡെപ്ത് അസ്യൂം ചെയ്താണ് എടുത്തത്. ഇവിടെ ഡെപ്ത് നമുക്ക് ആ അലോവൻസ് കുറയ്ക്കുമ്പോഴത്തേക്കും ഡെപ്ത് ഓഫ് വാട്ടർ കിട്ടും. അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം നേരത്തെ ഡിസൈൻ ചെയ്തതുപോലെ ചെയ്തു വന്നാൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. സപ്ലൈ ഓഫ് വാട്ടർ ട്രീറ്റഡ് പെർ ഡേ തന്നിട്ടുണ്ട് 1.8 million liters per day ആണ്. സോ നമുക്ക് സൊല്യൂഷൻ ചെയ്ത് പോവാം. സപ്ലൈ ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് പെർ ഡേ എന്ന് പറയുന്നത് 1.8 million liters per day ആണ്. 1.8 × 10⁻⁶ liters ആണ്. അടുത്ത് ഡിറ്റൻഷൻ പീരീഡ് തന്നിട്ടുണ്ട്. സപ്ലൈ ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഡ്യൂറിങ് ദ ഡിറ്റൻഷൻ പീരീഡ് ഓഫ് 4 hours. അതായത് കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 1.8 × 10⁻⁶ ലിറ്റേഴ്സിന് ഹവറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 24 ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 4 hours-ലെയാണ്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 0.3 × 10⁻⁶ ലിറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി ഈ ലിറ്റേഴ്സിന് മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 0.3 × 10⁻⁶ ഡിവൈഡഡ് ബൈ 10⁻³ ചെയ്യും. ആ 10⁻³ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 300 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനി ഫ്ലോ വെലോസിറ്റി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 8 cm/min ആണ് ഫ്ലോ വെലോസിറ്റി. ലെങ്ത് ഓഫ് ടാങ്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഓഫ് ടാങ്ക് ഈസ് ഈക്വൽ ടു ഫ്ലോ വെലോസിറ്റി ഇൻറ്റു ഡിറ്റൻഷൻ ടൈം. ഫ്ലോ വെലോസിറ്റി 8 എന്ന് കൊടുത്തു. 8 × 4 നമ്മുടെ ഡിറ്റൻഷൻ ടൈമിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 × 60. ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ്. സോ നമ്മൾ സെൻറ്റിമീറ്ററിലിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1920 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ ആ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോഴത്തേക്കും 19.2 മീറ്റർ എന്ന് കിട്ടി. ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല കപ്പാസിറ്റി ബൈ ലെങ്ത് ഓഫ് ടാങ്ക്.
അത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് 15.63 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഡെപ്ത് ഓഫ് സെഡിമെൻറ്റ് ആൻഡ് വാട്ടർ എത്രയാണ് തന്നിട്ടുള്ളത്? 4.2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് വാട്ടർ ആൻഡ് സെഡിമെൻറ്റ് 4.2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സെഡിമെൻറ്റിൻ്റെ അലോവൻസ് 1.2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ ഡെപ്ത് എങ്ങനെ കിട്ടും? വാട്ടർ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്ത് ഓഫ് സെഡിമെൻറ്റ് ആൻഡ് വാട്ടർ 4.2 ആണ്. ആ 4.2ൽ നിന്ന് നമ്മുടെ സെഡിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അലോവൻസ് 1.2 കുറയ്ക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വാട്ടർ ഡെപ്ത് 3 എന്ന് കിട്ടും. സോ ഡെപ്ത് ഓഫ് വാട്ടർ കിട്ടി. ഇനി വിഡ്ത്ത് ഓഫ് ടാങ്ക് എങ്ങനെ കിട്ടും? വിഡ്ത്ത് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് ഏരിയ ബൈ വാട്ടർ ഡെപ്ത് ആണ്. ഏരിയ എന്ന് പറയുന്നത് 15.63 എന്നിവിടെ കിട്ടി. അത് ബൈ വാട്ടർ ഡെപ്ത് 3 ആണ്. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്ത്ത് ഓഫ് ടാങ്ക് 5.2 മീറ്റർ കിട്ടി. നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലെങ്ത് ഓഫ് ബേസിനും വിഡ്ത്ത് ഓഫ് ബേസിനും ആണ്. ഡെപ്ത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ലെങ്ത് ഓഫ് ബേസിൻ 19.2 മീറ്റർ എന്നും അതുപോലെ വിഡ്ത്ത് ഓഫ് ബേസിൻ 5.2 മീറ്റർ എന്നും കിട്ടി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഈ സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഫിറ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് മെക്കാനിക്കൽ സ്ലഡ്ജ് റിമൂവൽ എക്യുപ്മെൻറ്റ് ഈസ് ടു ഹാൻഡിൽ 3.5 million liters per day of raw water. If the detention period of tank is 5 hours and the depth of tank is 3 meter, what should be the diameter of tank? ക്വസ്റ്റനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റനിൽ ക്വാണ്ടിറ്റി ഓഫ് റോ വാട്ടർ ടു ബി ട്രീറ്റഡ് പെർ ഡേ തന്നിട്ടുണ്ട്. 3.5 million liters per day ആണ്. ഡിറ്റൻഷൻ പീരീഡ് തന്നിട്ടുണ്ട് 5 hours ആണ്. ഡെപ്ത് ഓഫ് ടാങ്ക് തന്നിട്ടുണ്ട് 3 meter ആണ്. നമ്മൾക്ക് ടാങ്കിൻ്റെ ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സൊല്യൂഷനിലോട്ട് പോവാം. ക്വാണ്ടിറ്റി ഓഫ് റോ വാട്ടർ ടു ബി ട്രീറ്റഡ് പെർ ഡേ എന്ന് പറയുന്നത് 3.5 million liters per day. അത് 3.5 into 10⁻⁶ liters per day ആണ്. ഇനി ക്വാണ്ടിറ്റി ഓഫ് റോ വാട്ടർ ടു ബി ട്രീറ്റഡ് ഡ്യൂറിങ് ഡിറ്റൻഷൻ പീരീഡ്. ഡിറ്റൻഷൻ പീരീഡ് 5 hours എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ട്രീറ്റ് ചെയ്യുന്നത്? അതെങ്ങനെ കണ്ടുപിടിക്കും? 3.5 into 10⁻⁶ into 5. ഇനി നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ട്രീറ്റഡ് പെർ ഡേയിലാണ് തന്നിട്ടുള്ളത്. ഡിറ്റൻഷൻ പീരീഡ് അവേഴ്സിലാണ് തന്നിട്ടുള്ളത്. അപ്പം ഈ ഡേയിനെ അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവൈഡഡ് ബൈ 24. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 728 into 10⁻³ liters എന്ന് കിട്ടി. ഇനി ഈ ലിറ്റേഴ്സിനെ മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. ആ 1000 ഡിവൈഡഡ് ചെയ്യുമ്പോൾ നമുക്ക് 728 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കപ്പാസിറ്റി ഓഫ് ടാങ്ക് കണ്ടുപിടിച്ചു. ഡെപ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് സർക്കുലർ ടാങ്കിൻ്റെ V is equal to d square into 0.011d plus 0.785 h. നമുക്ക് ക്വസ്റ്റ്യനിൽ വോളിയം തന്നിട്ടുണ്ട്, ഡെപ്തും തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? 728 is equal to d square into 0.011d plus 0.785 into 3 എന്ന് കിട്ടി. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷന് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡീൻ്റെ വാല്യൂ 17.3 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിലെ ഡയമീറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡയമീറ്റർ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തു. ഡയമീറ്റർ 17.3 മീറ്റർ എന്ന് കിട്ടി.